ഫസ്റ്റ് ഫീമെയിൽ ഞാനായിരുന്നു. അപ്പോൾ വെറൈറ്റിക്ക് എന്നാൽ പിന്നെ എടുത്തു നോക്കാം എന്ന് വെച്ച് പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഹെഡ്ഫോൺ യൂസ് ചെയ്യാറില്ല. അല്ല ഞാൻ കൂടുതൽ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ചെവി പോയി കഴിഞ്ഞാൽ പണി പോവും. നമ്മളപ്പോ ശരിക്കും പാട്ട് കേൾക്കേണ്ടത് സ്പീക്കേഴ്സ് വെച്ചിട്ട് തന്നെയാണോ? സ്പീക്കേഴ്സിലും ഒരു മിനിമൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പാട്ടുകൾ കേൾക്കാൻ. നമ്മുടെ ചെവി പോണ റേഞ്ചിൽ ഭയങ്കര ലൗഡായിട്ടൊക്കെ കേട്ടുകഴിഞ്ഞാൽ ചെവിയുടെ ഹിയറിംഗ് റേഞ്ച് അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഫീൽഡ് വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് ആദ്യം തന്നെ ഇയർ ട്രെയിനിങ്, ഇപ്പോൾ പാട്ടുകൾ കുറേ കേൾക്കുക, അത് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവമായിരുന്നു. എന്താ ഒരു പാട്ടിന്റെ ടോണൽ റേഞ്ച് എന്ന് വെച്ചാൽ ഇപ്പം അതിൽ ഓരോ ഇൻസ്ട്രുമെന്റിന്റെ പ്ലേസിങ് മാറ്റർ ചെയ്യും. നമ്മൾ ആദ്യം ഒരു പാട്ട് ഇങ്ങനെ കേട്ട് കുറേ കഴിയുമ്പോഴാണ് നമ്മൾ കുറേ പ്രാവശ്യം പല സ്പീക്കേഴ്സിലും പല എൻവയോൺമെന്റിലും കേൾക്കുമ്പോഴായിരിക്കും അതിന്റെ കുറേ എലമെന്റ്സ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഈ മിക്സിങ് ശരിയല്ല, അല്ലെങ്കിൽ പടത്തിന്റെ മിക്സ് ശരിയല്ല എന്നൊക്കെ പലപ്പോഴും ആളുകൾ റിവ്യൂലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഓവറോൾ മൊത്തത്തിൽ അത് കേൾക്കുമ്പോൾ അതിൻ്റെതായ നമ്മൾ പടം കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. നമ്മൾ എങ്ങനെ അത് കേൾക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടാവും. അത് ഇപ്പം മൊത്തത്തിൽ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെവൽസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന്റെ എഫക്ട്സും കാര്യങ്ങളും മാച്ച് ആവാതെ വരിക, കുറേ എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതനുസരിച്ച് പ്രോപ്പറായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. എല്ലാത്തിൻ്റെ സ്പീക്കേഴ്സിന് ഓരോ ഓഡിയോ റേഞ്ചസ് ഉണ്ടാവും. നമ്മൾ മിക്സ് ചെയ്യുന്ന പാട്ടുകൾ മിക്കവാറും നമ്മൾ ഇപ്പോൾ സ്റ്റുഡിയോയിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ മിക്സ് ചെയ്ത് ഇറക്കുമ്പോഴും ഔട്ട് വരണതിനകത്ത് ആ സ്പീക്കറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പാട്ടിലെ കുറേ എലമെന്റ്സ് ചിലപ്പോൾ ഡിമ്മായി പോവും, ചില എലമെന്റ്സ് കയറി നിൽക്കാം. ഇന്ത്യൻ റെക്കോർഡിംഗ് ആർട്സ് അക്കാദമി അവാർഡ് ജേതാവ് അഞ്ജന മനോജാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഓഡിയോ എഞ്ചിനീയർ ആയിട്ടൊരു സ്ത്രീ ഒന്നും അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ ഭാവനയുടെ കുഴപ്പമായിരിക്കും. എനിക്ക് പെട്ടെന്ന് ഈ ഓഡിയോ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പുരുഷൻ്റെ മുഖം സാധാരണ ഓർമ്മ വരുന്നത്. അത് എൻ്റെ കണ്ടീഷനിങ്ങിൻ്റെ കൂടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ റസൂൽ പൂക്കുട്ടിക്ക് അവാർഡ് കിട്ടിയതിന് ശേഷം ഓഡിയോ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഒരു പുരുഷനായിരിക്കും നല്ല മൈൻഡ് സെറ്റിൽ അറിയാതെ വന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കരിയർ എടുക്കാനുള്ള കാര്യം? ഇതില് ഫീമെയിൽസ് ഇല്ല എന്നുള്ളത് ഓൾറെഡി അറിയായിരുന്നു. കാരണം ഞാൻ കോളേജിൽ ചേർന്നപ്പോഴും എന്നോട് അതാ പറഞ്ഞത്, വേറെ ഫീൽഡ് വേണമെങ്കിൽ നോക്കിക്കോ എന്ന രീതിയിൽ. കാരണം ബാച്ചിലും ആരും ഉണ്ടായില്ല. ഫസ്റ്റ് ഫീമെയിൽ ഞാനായിരുന്നു എന്റെ കോളേജിൽ. അപ്പം അപ്പൊ വെറൈറ്റിക്ക് എന്നാ പിന്നെ എടുത്തു നോക്കാം എന്ന് വെച്ച് അങ്ങനെ എടുത്തു. പക്ഷെ പിന്നെ ഇൻട്രസ്റ്റഡ് ആയി, പിന്നെ അത് ഫോക്കസ് ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പൊ നമ്മൾ മാത്രം ഒരു പെൺകുട്ടിയും ചുറ്റും ആൺകുട്ടികളും, ഒരു ഗേൾസ് ഗാങ് ഇല്ല കോളേജിലും പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നും, അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ഓക്കെയാണ്. ഈ പ്രൊഫഷൻ എടുക്കുമ്പോൾ ഏത് ഏരിയയിൽ ഇതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വർക്ക് ആയി തുടങ്ങി? ഇപ്പം സാധാരണ സമൂഹത്തിൽ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ സൗണ്ട് എഞ്ചിനീയറും ഓഡിയോ എഞ്ചിനീയറും രണ്ടാണെന്നുള്ള കാര്യം പോലും നമുക്ക് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ അത്രയും അറിവില്ലാത്തൊരു ഏരിയനകത്ത് നിന്നിട്ട് പെട്ടെന്ന് ഈ ഒരു ഏരിയയുടെ ഈ പ്രൊഫഷൻ എടുത്തിട്ട് അതിനൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആവുന്നൊരു സമയം ഉണ്ടാവില്ല, സ്പാർക്ക് ക്രിയേറ്റ് ആയി. ഇതിന് ചില നേരത്തെ നമുക്ക് നന്നായി പഠിച്ചേക്കാം എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതുപോലെ നന്നായി ഇതിൽ ഒരു ഏരിയ ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, അത് എപ്പോഴാണ് തോന്നിയത്? പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫീൽഡ് വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് ആദ്യം തന്നെ ഇയർ ട്രെയിനിങ്, അപ്പോൾ പാട്ടുകൾ കുറെ കേൾക്കുക, അത് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് പാട്ട് കേട്ടിട്ട് അത് മനസ്സിലാക്കുക മീൻസ് ഓരോ ജോൺറ ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. പിന്നെ ഓരോ പാട്ടിന്റെ രീതികള്, അതിന്റെ ബീറ്റ് വ്യത്യാസം ഉണ്ടാവും. മറ്റേ മൊത്തത്തിൽ ഓരോ പാട്ടും അതിൻ്റെതായ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കേട്ടിട്ട് അതിന്റെ ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെയും ടോണൽ റേഞ്ച് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതാണ് നമുക്ക് ആദ്യമേ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. എന്താ ഒരു പാട്ടിന്റെ ടോണൽ റേഞ്ച് എന്ന് വെച്ചാൽ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചതാ. ഇപ്പം അതിൽ ഓരോ ഇൻസ്ട്രുമെന്റിന്റെ പ്ലേസിങ് മാറ്റർ ചെയ്യും. അപ്പം അതൊക്കെ ഒരു മിക്സിന്റെയും മാസ്റ്ററിങ്ങിന്റെ ഒക്കെ ബെറ്റർ ഓരോന്നനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യം ഒരു പാട്ട് ഇങ്ങനെ കേട്ട് കുറെ കഴിയുമ്പോഴാണ് നമ്മൾ കുറെ പ്രാവശ്യം പല സ്പീക്കേഴ്സിലും പല എൻവയോൺമെന്റിലും കേൾക്കുമ്പോഴായിരിക്കും അതിന്റെ കുറെ എലമെന്റ്സ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. അങ്ങനെ കുറെ കാര്യങ്ങള്. ഈ എ റഹ്മാൻ പണ്ടൊരു സമയത്ത് ഒരു പബ്ലിക് മീറ്റിംഗിൽ വെച്ചിട്ട് ഇങ്ങനെ ആളുകൾ ചോദിച്ചു, മീഡിയ ചോദിച്ചു, ഇപ്പൊ പണ്ടത്തെ പോലെ നല്ല പാട്ടുകൾ വരുന്നില്ലല്ലോ. അപ്പൊ എ റഹ്മാൻ പറഞ്ഞൊരു ഉത്തരം ഉണ്ടായിരുന്നു, നല്ല സ്പീക്കേഴ്സും നല്ല ഓഡിയോ സിസ്റ്റം വെച്ച് കേൾക്കുക, അപ്പൊ മനസ്സിലാവുന്ന സർക്കാസ്റ്റിക്കലി പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു ഓഡിയോ സിസ്റ്റത്തിനും നല്ലൊരു ഇയർഫോണിനും നമുക്ക് ഒരു പാട്ടിനെ നല്ല ക്വാളിറ്റിയിൽ കേൾക്കുന്നത്, ആ പാട്ടിൽ കുറച്ചും കൂടി എലമെന്റ്സ് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ? തീർച്ചയായും. അതെങ്ങനെയാ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഓരോ സ്പീക്കറിനും ഓരോ ഇയർഫോൺസിന്റെ എല്ലാത്തിന്റെ സ്പീക്കേഴ്സിന് ഓരോ ഓഡിയോ റേഞ്ചസ് ഉണ്ടാവും. അത് ഓരോ സ്പീക്കർ, ഇപ്പൊ ഞങ്ങൾ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഓരോ സ്റ്റുഡിയോ സ്പീക്കേഴ്സിനെയും അതിൻ്റെതായിട്ടുള്ള ഒരു റേഞ്ചസ് ഉണ്ടാവും. അത് അതിന്റെ കൂടെ ഒരു ബുക്ക്ലെറ്റിൽ ഉണ്ടാവും. അപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന പാട്ടുകൾ മിക്കവാറും നമ്മൾ ഇപ്പൊ സ്റ്റുഡിയോയിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ മിക്സ് ചെയ്ത് ഇറക്കുമ്പോഴും ഔട്ട് വരണതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീക്കേഴ്സിന്റെയും
ഇപ്പൊ നോർമലി ആൾക്കാർ ഫോൺ ഉം. സ്പീക്കേഴ്സ് യൂസ് ചെയ്യും, ഇയർഫോൺസ് യൂസ് ചെയ്യും, ഇയർബഡ്സ് യൂസ് ചെയ്യും, ഉം. കാർ സ്പീക്കേഴ്സ് യൂസ് ചെയ്യും. അത് ഓരോന്നിലും ആ സ്പീക്കറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പാട്ടിലെ കുറെ എലമെന്റ്സ് ചിലപ്പോൾ ഡിമ്മായി പോവും, ചില ഓ എലമെന്റ്സ് കയറി നിൽക്കാം, അങ്ങനത്തെ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാണ് നല്ല മോണിറ്റേഴ്സിൽ കേട്ടാ നല്ല നന്നായിട്ട് കേൾക്കാം, മീൻസ് പല എലമെന്റ് കേൾക്കാൻ പറ്റും. ഓ അതിലെന്തൊക്കെയാണ് ആ ഇട്ട് നമ്മള് മീൻസ് വെച്ചിരിക്കുന്നത് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് പ്ലേസിംഗ് ആയാലും ഇൻസ്ട്രുമെന്റ്സിന്റെ ബാലൻസിങ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നല്ലൊരു ഉം, ഹെഡ്ഫോൺ, ഓവർ ദ ഹെഡ് ഹെഡ്ഫോൺ ഉം, ഉണ്ടല്ലോ, അതിപ്പോ ഭയങ്കര ട്രെൻഡ് ആണല്ലോ. കുറെ ആളുകൾ അത് പബ്ലിക്കിലൊക്കെ അത് ഇട്ടിട്ട് തന്നെയാണ് വാക്ക് ഉം. ചെയ്യുന്നതും ട്രാവൽ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഓഡിയോ എഞ്ചിനീയർ എന്നുള്ള ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് പറയാൻ പറ്റുമോ സാധാരണക്കാരന്? ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്യാറില്ല. അല്ല. ഞാൻ കൂടുതൽ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഞാൻ ഓക്കെ. പാട്ട് കേൾക്കാനാണെങ്കിലും എല്ലാത്തിനും സ്പീക്കറാണ് പ്രിഫർ ചെയ്യാറ്. ചെവി പോയി കഴിഞ്ഞാൽ പണി പോവും. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണോ സ്പീക്കേഴ്സ് ഓവർ ഹെഡ്ഫോൺ എടുക്കുന്നത്? ആ ഓക്കെ ഓക്കെ. നമ്മളപ്പോ ശരിക്കും പാട്ട് കേൾക്കണത് സ്പീക്കേഴ്സ് വെച്ചിട്ട് തന്നെയാണോ സ്പീക്കേഴ്സിലും ഒരു മിനിമൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പാട്ട് പാട്ടുകൾ കേൾക്കാൻ. കേൾക്കാൻ? നമ്മുടെ ചെവി പോണ റേഞ്ചിൽ ഭയങ്കര ലൗഡായിട്ടൊക്കെ കേട്ടുകഴിഞ്ഞാൽ ചെവിയുടെ ഹിയറിംഗ് റേഞ്ച് അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓ അപ്പോൾ ഓ ഓ ക്ലോസർ ഓ ഇയർഫോൺസ് യൂസ് ചെയ്യുമ്പോഴും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഓ. അതൊക്കെ പരമാവധി ഒരു മിനിമൽ യൂസേജ് ആയിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ ബെറ്റർ. നൈസ് മീൻസ് നൈസ്. ഇപ്പം എനിക്കറിയുന്ന ആൾക്കാരാണെങ്കിലും ഡെയിലി മറ്റേ ഇയർബഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഒരു രാവിലെ തൊട്ട് ഇത്ര നേരം വരെ കണ്ടിന്യൂസ് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഓക്കെ ഓക്കെ. ഹിയറിംഗ് ലോസ് ഒക്കെ ഏർലി സ്റ്റേജസിൽ തന്നെ നടക്കും. കുറേ റേഞ്ചസ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ആ വോക്കൽ റേഞ്ച്, ഓ ഓഡിയോ റേഞ്ചസ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇയർബഡ് കുത്തുമ്പോൾ തന്നെ അതിനകത്തൊരു ലെവൽ പറയൂല്ലോ, ഒരു 50% മേലെ പോകുമ്പോൾ അവരിങ്ങനെ അതിന്റെ റേഞ്ച് ഇങ്ങനെ ഓറഞ്ചിഷ് ടു റെഡിലേക്ക് ഉം, ഉം, കാണിക്കുമല്ലോ. ഉം, അപ്പൊ പല ആളുകളും അത് ഫുൾ ഇതിൽ വെച്ചിട്ട് തന്നെ പല ആളുകളും അത് കേൾക്കുന്നത്. ഉം. എന്നിട്ട് നമ്മുടെ ഈ ഫോണിന്റെ ഇതിൽ വോളിയം കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യുക, അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഇയർബഡ് വയ്ക്കുമ്പോൾ നമ്മൾ എത്ര ലെവൽസിലാണ് വെക്കണ്ടേ? ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ആ ഇയർഫോൺസ്, മറ്റേ ആപ്പിളിന്റെ ആ മറ്റേ ഇൻ ഇയർ ആ. സാധനം യൂസ് ചെയ്യാറുണ്ട്. ബഡ്സ് അല്ല, ബ്ലൂടൂത്ത് അല്ല, വയേർഡ് കണക്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ 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 അത് യൂസ് ചെയ്യുമ്പോഴും ഞാൻ അതിനകത്ത് ഭയങ്കര ചെറിയ ലെവലിലാണ് ഇട്ട് യൂസ് ചെയ്യണേ. ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതൽ ഇട്ട് യൂസ് ചെയ്യലില്ല. ഓ ഓ ഓ. കൂടുതലും ഇപ്പൊ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ അത്യാവശ്യം ഞാൻ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഇയർഫോൺസ് യൂസ് ചെയ്യുള്ളൂ. ഉം, ഉം. അല്ലാതെ ആണെങ്കിൽ ഫോൺ സ്പീക്കേഴ്സിൽ തന്നെ ഇട്ടാ കേൾക്കുന്നത്. ഇപ്പൊ ഒരു ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവിയുടെ ഏത് സ്റ്റേജിലാണ് ഒരു ഓഡിയോ എഞ്ചിനീയറുടെ ഇൻവോൾവ്മെന്റ് വരിക? സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട്. തുടക്കം തൊട്ടേ ഉണ്ടാവും. ഓക്കെ. പിന്നെ അത് ഏതൊക്കെ അവസ്ഥകളിൽ ഉണ്ടാവും, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഇപ്പം ഷൂട്ടിംഗ് എനിക്ക് തോന്നുന്നു മെയിൻലി സിങ് സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും, ആ. ലേപ്പൽ ഉണ്ടാവും, അങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ADR ഉം. സെഗ്മെന്റ് വരും. എന്ത് സെഗ്മെന്റ് വരും? ADR ഓട്ടോമാറ്റിക് ഡയലോഗ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതെന്താ അത്? ഡബ് ചെയ്യത്തില്ലേ, ആ. ലൈക്ക് ഇപ്പൊ സ്ട്രീറ്റ് മൂവീസ് ആണെങ്കിൽ ആ സെയിം ഡയലോഗ് വെച്ച് തന്നെ നമ്മളിങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും, ഡബ് ചെയ്തുകൊണ്ട്. ഓക്കെ ഓക്കെ ആ ഓക്കെ. സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരും. അതൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാറ്റഗറിയാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം ലോക്കലൈസേഷൻ കാറ്റഗറിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നത് ലോക്കലൈസേഷൻ കാറ്റഗറിയാ. വേറെ ഭാഷകളിലേക്ക്, വേറെ ഭാഷ. പ്രാദേശിക ആ ഭാഷകളിലേക്ക് മാറ്റുന്ന രീതി. ആ. അപ്പം നമ്മൾ പല ലാംഗ്വേജസിലുള്ള സാധനത്തിന് മലയാളത്തിലേക്കാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഉം, സ്റ്റുഡിയോ ഉം, 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 സൗണ്ട് മിഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അവരുടെ കൊച്ചി ബ്രാഞ്ചിൽ. ഉം, ഉം, ഞങ്ങൾ ഇവിടെ മലയാളമാണ് ചെയ്യുന്നത്. ഉം. അതിന്റെ പല ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെതായ ലാംഗ്വേജസ് ആണ് അവർ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നു, ഉം, വോയിസ് ടെസ്റ്റുകൾ നടത്തുന്നു. ഉം. അത് കഴിഞ്ഞിട്ട് ഡബ് ചെയ്തിട്ട് ഫയൽ കൊടുക്കുന്നു. നമ്മൾക്ക് ഓക്കെ. ഇപ്പം എൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ റെക്കോർഡിംഗ് എഞ്ചിനീയറാ. ഉം, അപ്പം നമ്മൾക്ക് റോ ആയിട്ട് ഉം, ഒരു പ്ലഗിൻസും ഒന്നും അതിനകത്ത് പണിയാതെ റോ ഫയലാണ് കൊടുക്കുന്നത്. ഉം, ഉം, ഉം. അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിങ് വരും, മാസ്റ്ററിങ് വരും, പിന്നെ ഫൈനൽ ഔട്ട്. ഈ മിക്സിങ്ങിലും മാസ്റ്ററിങ്ങിലും ഒക്കെ ഓഡിയോ എഞ്ചിനീയർക്ക് റോൾ ഉണ്ടോ? അതിനൊക്കെ അതിൻ്റെതായ എഞ്ചിനീയേഴ്സ്, ഇപ്പോൾ മിക്സിംഗ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, മാസ്റ്ററിംഗ് എഞ്ചിനീയർ ഉണ്ടാവും. ചിലപ്പോൾ മിക്സിംഗ് മാസ്റ്ററിംഗ് ഓരോ എഞ്ചിനീയർ തന്നെ ആയിരിക്കും ചെയ്യുക. ഉം, ഉം, അങ്ങനെ. ഉം. ഇപ്പോ ഈ മിക്സിങ് ശരിയല്ല, അല്ലെങ്കിൽ പടത്തിന്റെ മിക്സ് ശരിയല്ല എന്നൊക്കെ പലപ്പോഴും ഉം, ആളുകൾ റിവ്യൂലൊക്കെ പറയുന്നത് ഉം. കേട്ടിട്ടുണ്ടല്ലോ. ശരിക്കും എങ്ങനെ ഒരു പടത്തിന്റെ മിക്സ് പ്രോപ്പർ ആണെന്ന് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റും? അല്ലെങ്കിൽ സാധാരണക്കാരൻ എങ്ങനെ മനസ്സിലാക്കും, ഒരു ഓഡിയോ എഞ്ചിനീയർ എങ്ങനെ മനസ്സിലാക്കും? ഇത് രണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? സാധാരണക്കാര് എനിക്ക് തോന്നുന്നു മേ ബി മീൻസ് ഓരോന്നിന്റെയും ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറിന്റെ ലെവൽ ഭയങ്കര കുറഞ്ഞു നിൽക്കുന്നുണ്ടാവും, ഉം, മറ്റേ ആളുടെ മാത്രം ഭയങ്കര കയറി നിൽക്കും. അപ്പം അടുത്ത ആൾ പറയുന്നത് നമുക്ക് അത്ര ഓഡിബിൾ ആയിരിക്കില്ല, ഉം, ഉം, ഉം. കേൾക്കുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ. ഒരു പിന്നെ ഓഡിയോ എഞ്ചിനീയർ എങ്ങനെ മനസ്സിലാക്കും? അത് കുറച്ചുകൂടി പ്രൊഫഷണൽ ലെവലായിരിക്കുമല്ലോ, അതെങ്ങനെ മനസ്സിലാക്കും? ഒരു മിക്സിങ് അത്ര പോരാ എന്നൊക്കെ പലപ്പോഴും പറയുന്നത്, ഒരു പടത്തിന്റെ മിക്സിങ് എപ്പോഴാണ് മോശമാവുന്നത്? അത് ഓവറോൾ മൊത്തത്തിൽ അത് കേൾക്കുമ്പോൾ അതിൻ്റെതായ
നമ്മൾ പടം കാണുമ്പോൾ അതിന്റെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. നമ്മൾ എങ്ങനെ അത് കേൾക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടാവും. അത് ഇപ്പൊ മൊത്തത്തിൽ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെവൽസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന്റെ എഫക്ട്സും കാര്യങ്ങളും മാച്ച് ആവാതെ വരിക, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ മെയിൻ ആയിട്ട് ഓൺ ഫേസ് ക്യാരക്ടേഴ്സിന്റെ സാധനങ്ങൾ, ബാക്കിങ്ങിൽ പോകുന്ന സാധനങ്ങൾ, കുറെ എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതൊക്കെ മാറിക്കഴിഞ്ഞാലും ഈ സൗണ്ട് ടെസ്റ്റ് നടത്തുന്നൊക്കെ പറഞ്ഞില്ലേ? വോയിസ് വോയിസ് ടെസ്റ്റ്. അപ്പൊ അഞ്ജന വോയിസ് ടെസ്റ്റ് നടത്താറുണ്ടോ ആളുകളുടെ? അപ്പൊ എങ്ങനെയാ ഒരു ക്യാരക്ടറിന് ഇയാളുടെ വോയിസ് ആപ്റ്റ് ആണ്, ആ ജഡ്ജ്മെന്റ് എങ്ങനെയാ എടുക്കുക? ഇപ്പൊ നമുക്ക് അവിടെ വോയിസ് പൂൾ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മള് പല ആൾക്കാരെയും വോയിസ് ടെസ്റ്റ് എടുത്ത് നമ്മളുടെ ഒരു ലൈബ്രറി പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇപ്പൊ ഒരു സിനിമ നമുക്ക് വരികയാണെങ്കിൽ, ഒരു പ്രൊജക്ട് നമുക്ക് വരികയാണെങ്കിൽ, നമ്മൾ ആ പ്രൊജക്ട് കണ്ടു നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓക്കെ ഇന്ന ആളുടെ വോയിസ് മാച്ച് ആവും. അല്ലെങ്കിൽ നമ്മൾ പൂളിൽ നോക്കിയിട്ട് ഓരോന്നിങ്ങനെ കേട്ട് നോക്കിയിട്ട് ഓക്കെ ഇന്ന ആളുടെ വോയിസ് മാച്ച് ആവും. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ അതിന് പറ്റിയ ഒരു 3 വോയിസസ് സെലക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ പിന്നെ മെയിൻ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്ന് വരുന്ന റിവ്യൂ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യും. അതിപ്പോ ചിലപ്പോ ഒറിജിനൽ വോയിസിലുള്ള ആ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ള ഒറിജിനൽ ആളുടെ വോയിസും നമ്മളിപ്പോ വെച്ചിട്ടുള്ള വോയിസ് തമ്മിൽ എന്തെങ്കിലും മാച്ച് ആവുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് ഭയങ്കര പോപ്പുലർ എക്സാമ്പിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലു അർജുന്റെ വോയിസ് ഉണ്ടല്ലോ, ആ വോയിസേ അല്ല ജിസ്ജോയുടെ വോയിസ്. പക്ഷെ നമുക്ക് അല്ലു അർജുന്റെ ഫേസിന് ജിസ്ജോയുടെ വോയിസ് ഭയങ്കര സിങ്ക് ആയിട്ട് തോന്നും. ഈ ഒരു സിങ്കിങ് ഉണ്ടല്ലോ, ഇത് ഇവർക്ക് സെറ്റ് ആവുന്നുള്ളത്, ആ ജഡ്ജ്മെന്റ് എവിടെ നിന്ന് എടുക്കും? എന്താ അതിന്റെ ഒരു ക്രൈറ്റീരിയ വരിക? അതൊരു ട്രയൽ ആൻഡ് എറർ പോലത്തെ പ്രോസസ് ആണല്ലേ? ട്രയൽ ആൻഡ് എറർ അല്ല, നമ്മളിങ്ങനെ കേട്ട് നോക്കുമ്പോൾ ഇയാളുടെ വോയിസ് ഇയാളുടെ ലുക്കിന് മാച്ച് ആവും, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ക്യാരക്ടറിന് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാധനമാണെങ്കിൽ നമ്മൾ അതനുസരിച്ചാണ് ചൂസ് ചെയ്യുന്നത്. മീൻസ് ചിലപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര സോഫ്റ്റ്, മീൻസ് നോർമലി ആള് ചിലപ്പോൾ വേറെ സിനിമയിൽ ഭയങ്കര വില്ലൻ ക്യാരക്ടർ ആയിരിക്കാം, ഈ സിനിമയിൽ ചിലപ്പോൾ ഭയങ്കര പാവം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് മീൻസ് ആ സിനിമയിൽ ആ പ്രൊജക്റ്റിൽ എങ്ങനെയാണോ അയാളുടെ വോയിസ് ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഒരു തമിഴ് സിനിമയുടെ, തെലുങ്ക് സിനിമയുടെ ഒക്കെ ഒരു മലയാളം ഡബ് വരുമ്പോ പലപ്പോഴും പല ആളുകളും ഇതിന്റെ കൈരളി ടി വി ഡബിങ് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിപ്പോ ഭയങ്കരമായിട്ട് അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ പല പടങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും പടത്തിന്റെ ഒരു മലയാളം വേർഷൻ മോശമാകുമ്പോൾ അപ്പൊ അത് കൈരളി ടി വി ചെയ്ത് ഇതിന് നന്നായിരിക്കും എന്നുള്ള, അത് കൈരളി ടി വിനെ പലപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കുന്നത്, അതിന്റെ മുകളിൽ അതിന്റെ താഴെ അങ്ങനെ പറയുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ തമിഴിൽ എഴുതുമ്പോൾ തമിഴ് കുറച്ചുകൂടി പോയറ്റിക് ആണ്, കുറച്ചുകൂടി റൈം സ്കീം ഉണ്ട് ആ ലാംഗ്വേജിനകത്ത്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. അപ്പം ഈ ഡയലോഗ്സ് ഇതിലേക്ക് സിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയോ എഞ്ചിനീയർ പണിപ്പെടാറുണ്ടോ, അല്ലെങ്കിൽ ഓഡിയോ എഞ്ചിനീയറിനകത്ത് റോൾ ഉണ്ടോ? ഇപ്പം ഞങ്ങൾ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ, മീൻസ് എഞ്ചിനീയറും ഉണ്ടാവും ഡയറക്ടറും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു എഞ്ചിനീയർ ഒരു ഡയറക്ടർ ഉണ്ടാവും. ഒരു പ്രൊജക്ട് അസൈൻ ചെയ്യുന്നത് ഇവർക്ക് രണ്ടുപേർക്കാണ്. പിന്നെ നമുക്ക് ഇൻഹൗസ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് അതനുസരിച്ചാണ്, ലൈക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഓൾറെഡി ഉള്ളതുകൊണ്ട്, കാരണം മലയാളത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ അത് മാക്സിമം ഒഴിവാക്കി. ഇപ്പം ഭയങ്കര ജെൻസി കാറ്റഗറിയിൽ പോകുന്ന ഒരു, അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാരണം ഇപ്പൊ ആ സിനിമ അല്ലെങ്കിൽ ആ പ്രൊജക്ട്, ഇപ്പൊ ഏത് സീരീസ് ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ, ആ ഒരു കാറ്റഗറിയിൽ പോകുന്ന കഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ലാംഗ്വേജസ് ആണ് കൂടുതലും യൂസ് ചെയ്യുക. പിന്നെ കൂടുതൽ താഴേക്ക് മീൻസ് ആ ഒരു നോർമൽ റേഞ്ചിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുക. അപ്പൊ കൂടുതലും ഇപ്പൊ മലയാളത്തിൽ തന്നെ കുറെ സ്ലാങ്, നമുക്ക് എല്ലാവർക്കും ഓരോ സ്ലാങ് ഉണ്ട്, ഇപ്പൊ എനിക്കൊരു സ്ലാങ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കും. നമ്മള് ഡബിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കിക്കൊണ്ടാണ് മാക്സിമം ചെയ്യുന്നത്. ന്യൂട്രൽ മലയാളം. ഇതിന്റെ ഒരു വർക്കിംഗ് മോഡ് എങ്ങനെയാ? പലപ്പോഴും ഇങ്ങനെ ആളുകൾ പറയാറുണ്ട് മിക്സിംഗ് ആയ കാരണം തീരെ ഉറങ്ങിയിട്ടില്ല, നമ്മൾ സ്റ്റുഡിയോയിൽ തന്നെയാണ് കിടന്ന് ഉറങ്ങിയത്, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ ഇതിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈല്, വർക്ക് പാറ്റേൺ എങ്ങനെയാ? ഇപ്പൊ മറ്റൊരു പെൺകുട്ടി ഇപ്പൊ അഞ്ജനെ കണ്ടിട്ട് ഈ പ്രൊഫഷൻ ടേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പൊ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊന്ന് പറയാമോ? എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറും വർക്ക് സ്റ്റൈലും എങ്ങനെയായിരിക്കും? ഇപ്പം എന്റെ ഇതിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഓക്കെയാണ്. ടൈം ചിലപ്പോൾ അത് ഓരോ പ്രൊജക്ടിന്റെ ഡെഡ് ലൈൻ മാറണനുസരിച്ച് നമ്മൾ ചിലപ്പോൾ അഡീഷണൽ ഇരിക്കേണ്ടി വരും. ചില പ്രൊജക്ട് നമുക്ക് ടൈം ഉണ്ടാവും. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ പ്ലാനിങ് അനുസരിച്ചാണ്. നമ്മളത് എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ ടൈമിന് തീർക്കുന്നു, അതനുസരിച്ചാണ് ബാക്കി സംഭവങ്ങളൊക്കെ. എനിക്ക് വീടെടുത്തായതുകൊണ്ട് കുഴപ്പമില്ല, പോയി വരാൻ എളുപ്പമാണ്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. സീനൊന്നുമില്ല. പിന്നെ ഇത് പ്രോപ്പർലി ഒരു 8 hours വർക്ക് അങ്ങനെ കരുതി പോകാൻ പറ്റുമോ? ഇല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. പാഷന്റെ പുറത്താണ്. ഓക്കെ, നമ്മള് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, അപ്പൊ അത് ടൈം അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. തീരുമ്പോ തീരും, വീട്ടിൽ പോവാം, ഫുഡ് കഴിക്കാം, ആ ഒരു സാധനം. വേഗം ജോലി ചെയ്താൽ വേഗം വീട്ടിൽ പോവാം. ഓക്കെ, ഇപ്പോൾ ചുറ്റുമുള്ള ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു വേറെ ടൈപ്പ് ഗാദറിങ്ങിന്റെ അടുത്തോ ഞാനിപ്പോൾ ഒരു ഓഡിയോ എഞ്ചിനീയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരടുത്ത് എന്തൊക്കെയൊക്കെയാ ചോദിക്കുക? അവർക്ക് ആദ്യമൊന്നും മനസ്സിലാവൂല. ഓക്കെ,
അത് കോളേജിലായിരുന്നപ്പോഴും അതെ. എന്താ പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആദ്യം സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയും. പിന്നെ അവർക്കൊന്നും മനസ്സിലാവാതെ ഞാൻ ബിവോക്ക് അത്രേ ഉള്ളൂ. മറ്റേ ബിടെക് ബിവോക്ക് അതുപോലത്തെ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തും. കാരണം അവർക്ക് ഇത് നമ്മളെങ്ങനെ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അവർക്ക് അതിനുള്ള ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ പറയുമ്പോഴും അവരിങ്ങനെ റെക്കോർഡിംഗ് അല്ലേ, അതല്ലേ ആ ഒരു ഇതാ. പക്ഷെ അതിൻ്റെ അകത്തും കുറെ എഫേർട്ട് ഉണ്ട്. ചെയ്യണ പണിക്ക് അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്. ഇപ്പം റെക്കോർഡിങ്ങിലാണെന്ന് പറഞ്ഞാലും റെക്കോർഡിങ് ചെയ്യാനായിട്ടും അതിനെ പ്രോപ്പറായിട്ട് ഗെയിൻ സ്റ്റേജിങ് ചെയ്യുക, പ്രോപ്പറായിട്ട് ആ ലെവൽസിൽ റെക്കോർഡ് ചെയ്യുക. ബേസിൽ നിന്ന് നന്നായാലേ പിന്നെ അങ്ങോട്ട് ബെറ്ററായി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ റെക്കോർഡിംഗ് മോശമാണെങ്കിൽ മിക്സിങ്ങിലും ചിലപ്പോൾ പിടിച്ചാൽ കിട്ടണമെന്നില്ല. മാസ്റ്റർ മൊത്തത്തിൽ ഔട്ട് കുളമാവും. റെക്കോർഡിങ്ങിൽ ബേസിനെ നമ്മൾ ബെറ്ററാക്കി കൊണ്ടുവന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കുറെ എഫേർട്ട് ഇടേണ്ടി വരും. ഓരോ മൈക്കിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്ട്. ഇപ്പം അത് തന്നെ ഇപ്പം ആർട്ടിസ്റ്റിൻ്റെ അടുക്ക നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, എവിടെ എങ്ങനെ നിന്ന് വേണം ഡബ് പറയാൻ, സംസാരിക്കാൻ, എങ്ങനെ നിന്ന് വേണം ഡയലോഗ് പറയാൻ. ഇപ്പം ചില സമയങ്ങളിൽ വരുന്ന സംഭവം ഇപ്പം എന്തെങ്കിലും ഡയലോഗിനകത്ത് ഇപ്പം ചിലപ്പം ഭയങ്കര സിബിലൻസ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഇതിനകത്തുള്ള. അപ്പം അതിനൊക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അത് നമുക്കിപ്പം ഞങ്ങളെ സംബന്ധിച്ച് റോ ഫയൽ വേണം കൊടുക്കാൻ. ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് റീടേക്ക് പോലെ രക്ഷയുള്ളൂ. അപ്പൊ അതെങ്ങനെ നമ്മൾക്ക് ഒഴിവാക്കാം, എങ്ങനെ പെട്ടെന്ന് തീർക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഫീല് പോരാ ആക്ക് പറയുന്ന അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാറുണ്ടോ? അത് ഇപ്പം ടെക്നിക്കൽ സൈഡ് ഞാൻ ഹാൻഡിൽ ചെയ്യും. ബാക്കി ഡയലോഗിന്റെ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്ടർ ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ ടെസ്റ്റിനാണല്ലോ അവാർഡ് കിട്ടിയത്. ടെസ്റ്റ് എന്നുള്ള സിനിമയ്ക്കാണ് IRAA അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റ് എന്നുള്ള പ്രൊജക്ട് എങ്ങനെയാണ് കയ്യിലേക്ക് വരുന്നത്? എത്ര സമയത്തെ വർക്ക് ആയിരുന്നു? ടെസ്റ്റ് നമുക്ക് കമ്പനി സൈഡിൽ നിന്ന് തന്നെ മലയാളം ഡബ് ലാംഗ്വേജ് ചെയ്യണം. അപ്പം നമുക്ക് ഫയൽ വരുന്നു. അതിന് 8 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ ഫുൾ സിനിമ റെക്കോർഡ് ചെയ്ത് തീർത്തത്, ഫുൾ ഡബിങ് തീർത്തത്. 8-9 ദിവസം കൊണ്ടാണ് നമ്മൾ ഫുൾ അതിന്റെ ക്രൗഡും ഡയലോഗ്സും ക്യാരക്ടർ എല്ലാം ഫുൾ വർക്ക് ഒരു 8-9 ഡേയ്സിനുള്ളിലാണ് തീർത്തത്. അതിൽ താഴെയും ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട്, മേലെയും ചെയ്തിട്ടുള്ള. മീൻസ് ഓരോ പ്രൊജക്ടിന്റെ കോംപ്ലിക്കേഷൻസ് അനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ തീർത്തത്. പിന്നെ നല്ലൊരു വർക്കായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്ത പ്രൊജക്റ്റ് ആയിരുന്നു. നമ്മൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രൊജക്റ്റും ഇഷ്ടപ്പെട്ടാ ചെയ്യണം. പക്ഷെ ആ തമിഴ് ഫിലിം ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നമ്മളുടേതായ ഭാഷയിലേക്ക് കണക്ട് ചെയ്യാനും മലയാളം പോലത്തെ ഒരു ഫീല് കൊണ്ടുവരാൻ ഇച്ചിരി കൂടി പറ്റിയിട്ടുണ്ട്. മീൻസ് ഒന്നാമതേ ലാംഗ്വേജ് തമിഴായതുകൊണ്ട് ആൾക്കാരും കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും. മറ്റേത് ഇംഗ്ലീഷ് ടു മലയാളം വരുമ്പം പൊതുവെ ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യാറില്ല കമ്പാരിറ്റീവ്ലി. കാരണം ഒരു ഇംഗ്ലീഷുകാരൻ എങ്ങനെ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് സാധനം പോലെ വരും. അതെ, ഇപ്പൊ നമ്മുടെ സെൻസിബിലിറ്റീസിനും നമ്മളുടെ കൾച്ചറിനും ഒട്ടും ചേരാത്ത കുഴപ്പമൊന്നല്ല, ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരുപാട് സീരീസുകളുണ്ടല്ലോ. ഇപ്പൊ യൂഫോറിയ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ, ഇതൊന്നും ഒരിക്കലും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പോലത്തെ കഥകളല്ല. അത് വെസ്റ്റിൽ മാത്രം പ്ലേസ് ആവാൻ പറ്റുന്ന പോലത്തെ കഥകളാണ്. അപ്പൊ അങ്ങനത്തെ സീരീസുകളുടെയൊക്കെ ഡബ് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടും ഈ ഡയലോഗ്സ് ഈ കഥയോട് യോജിച്ചു പോകാൻ അതിനൊരു മൈൻഡ് സെറ്റ് വേണമല്ലോ. അതിലേക്ക് എങ്ങനെ എത്തും? ഇതിന്റെ കറക്റ്റ് ഫീൽഡിലേക്ക് എത്തണം, ഇത് വർക്ക് നന്നായിട്ട് ആ ജഡ്ജ്മെന്റ് എങ്ങനെ കിട്ടും? ഇപ്പം നമ്മള് അങ്ങനെയുള്ള പ്രൊജക്ട് കാണുമ്പോൾ നമ്മൾ ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എടുത്തിട്ടാണ് നമ്മൾ ഓരോ അതിന്റെ ബേസിൽ നിന്നുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം സ്ക്രിപ്റ്റിങ്ങിന്റെ അകത്താണെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഇൻഹൗസ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഹോൾ ടീം നമുക്ക് അവിടെ ഇൻഹൗസ് ആയിട്ട് തന്നെ ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരു കൊളാബറേഷൻ വർക്കാണ് ഓരോ പ്രൊജക്ട് ഔട്ട് വരുന്നതും കാര്യങ്ങളെല്ലാം. നമുക്ക് മെയിൻ മിക്സിംഗ് മെയിൻ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്, ബോംബെയിലെ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. ബാക്കി ഇവിടെ ഉള്ള അതായത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും റെക്കോർഡിങ്ങും ഡയറക്ഷൻ പരിപാടികൾ, പിന്നെ ഓവറോൾ നമ്മൾ ബേസ് സാധനങ്ങളും ഫുള്ള് നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ടാണ് മിക്സിന് ഫയൽ പോകുന്നത്. ബാക്കി അവിടെ അങ്ങനെയാ. ഇപ്പൊ ഏതെങ്കിലും പണ്ടത്തെ പാട്ടുകളൊക്കെ എടുത്തിട്ട് റീമാസ്റ്റേർഡ് വേർഷൻസ് ഒക്കെ ഇപ്പൊ യൂട്യൂബിൽ ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട്. യൂട്യൂബിൽ ആ പാട്ടുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. അപ്പൊ സിൻസ് ആ ഒരു സബ്ജക്ട് പഠിച്ച ഒരാളെന്നുള്ള രീതിയിൽ മാത്രം ചോദിച്ചോട്ടെ, എന്താണ് ഒരു പാട്ട് റീമാസ്റ്റർ ചെയ്യുമ്പോൾ മാത്രം അതിന് ഇത്രയും പുതുമ വരുന്നത്, ഇത്രയും ആരാധകർ വരുന്നത്? അതിനെപ്പറ്റി കൂടുതൽ ധാരണയില്ല അല്ലേ? ഓക്കെ, സാരമില്ല. അത് മെയിനായിട്ട് ഇപ്പൊ മീൻസ് അതെന്റെ കുഴപ്പമാണ്. ഞാൻ ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഫുള്ളി ആ ഒരു സാധനം മാത്രമേ പിന്നെ എന്റെ തലയിൽ ഉണ്ടാവുള്ളൂ. അത് നല്ല കാര്യമാണ് ഒരു കണക്കിന്. പക്ഷെ അത് മീൻസ് എനിക്ക് വേറെ ഇതിലേക്ക് പോകണമെന്ന് വിചാരിച്ചാലും എന്റെ മൈൻഡിലേക്ക് പിന്നെ ഞാനത് ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം. ഒന്നേന്ന് പഠിക്കാൻ എനിക്ക് ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ റെക്കോർഡിംഗ് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ആ ഇതിൽ മാത്രമായിട്ട് ഇപ്പൊ
മൊത്തം അതിൽ നിൽക്കണേ. ഓക്കെ 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 ഓക്കെ. അത് സ്റ്റഡീസിന്റെ കാര്യത്തിലും ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പാരലായിട്ട് ഇപ്പൊ പഠിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അത് രണ്ടും മാത്രം ഇപ്പൊ ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണേ. ഈ ഒരു ഓഡിയോ എഞ്ചിനീയർക്ക് ഉം. വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? അതായത് ഇപ്പോൾ ഈ റോ ഫയലിൽ റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവരത് റെക്കോർഡ് ചെയ്തോളുമല്ലോ. അവർക്ക് അതിന്റെ ഏറ്റവും നല്ല ഔട്ട് കിട്ടാൻ വേണ്ടി ഒരു ഓഡിയോ എഞ്ചിനീയർ എന്ത് രീതിയിലാണ് അധ്വാനിക്കേണ്ടി വരിക? നന്നായിട്ട് മൈക്കിംഗ് പ്രോപ്പർ ആവണം. മൈക്കിങ്ങിന്റെ പൊസിഷനിങ് ഒക്കെ. ഉം. ഓക്കെ ഇപ്പൊ ഓക്കെ. നമ്മള് വർക്ക് ചെയ്യുന്നത് ബൂം മൈക്കിലാണ്. ഉം. കാരണം ആ ഒരു മീൻസ് ആ ആ പ്രൊജക്ടിന്റെ ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ബൂം മൈക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. മൈക്ക് ഇവിടെ ആയിരിക്കും പ്ലേസ് ആവുക, അറ്റ്മോസ്ഫിയറിലായിരിക്കും പ്ലേസ് ആവുക. സ്റ്റുഡിയോ ബൂത്തിന്റെ അകത്ത് തന്നെ ബൂത്തിനകത്ത് തന്നെ പ്ലേസ് ആവും. നമ്മൾ ആ ബൂം മൈക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബൂം മൈക്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മൈക്കിംഗ് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് ഇവർ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാലും ഓഫ് ടോൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓ. ഓഫ് മൈക്കിംഗ് ആവാതെ അത് നമ്മൾ ആർട്ടിസ്റ്റിന്റെ അടുക്കാൻ പറയും, ലൈക്ക് ചേട്ടാ ഓഫ് പോലെ അല്ലെങ്കിൽ ചേച്ചി ഓഫ് ഉണ്ട്. നമ്മൾ അവരെ മീൻസ് നമ്മൾ പറഞ്ഞിട്ട് അവരെ അതനുസരിച്ച് പൊസിഷൻ ചെയ്ത് നിർത്തിയിട്ടാണ് നമ്മൾ ഡബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ചില അങ്ങനത്തെ ഇപ്പോൾ സിനിമയാണെങ്കിലും സീരീസ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേനും ഇവർ ചിലപ്പോൾ അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവര് ചിലപ്പം ആക്ട് ചെയ്തിട്ടായിരിക്കും, കാരണം ആക്ട് ചെയ്താലേ നമുക്ക് ആ റിയൽ സാധനം ഫീൽ വരുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൈക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അങ്ങനത്തെ ഉള്ള ലൗഡ് സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഗെയിൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ അതനുസരിച്ച് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളും അതനുസരിച്ച് നമ്മുടെ ടെക്നിക്കൽ സൈഡും കൂടെ പ്രോപ്പർ ആക്കിയിട്ടാണ് അങ്ങനെ അതൊക്കെയാണ് ചലഞ്ചസ് ആയിട്ട് വരുന്നത്. മീൻസ് നമ്മളുടെ ടെക്നിക്കൽ സൈഡ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക എന്നുള്ള സാധനം. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഇനിയിപ്പോ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ഏരിയയിൽ എക്സൽ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആസ് എൻ ഓഡിയോ എഞ്ചിനീയർ അടുത്തത് പഠിക്കേണ്ടതുണ്ട്, അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഏരിയ ഉണ്ട്, അത് പോയി എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയുണ്ടോ? മിക്സിങ്ങിലേക്ക് താല്പര്യമുണ്ട്. ഓക്കെ. ഞാൻ ചെറിയ രീതിയിൽ മീൻസ് ഇപ്പൊ ചെയ്യാതെ ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ എവിടെ എത്തിയിട്ടില്ല. എനിക്കെല്ലാം ഒന്നേന്ന് ഒന്നുകൂടി റിഫ്രഷ് ചെയ്തെടുത്താൽ കൊള്ളാം എന്നൊരു മൈൻഡ് സെറ്റ് ആണ്. ഇപ്പൊ ബേസിക്കലി അഞ്ജലിക്ക് അവാർഡ് കിട്ടുന്നത് ബെസ്റ്റ് ഓഡിയോഗ്രാഫർ എന്നുള്ള രീതിയിലാണോ? മിക്സിങ്ങിന്റെ അകത്ത് അവാർഡ് കിട്ടിയത് ആ സിനിമയ്ക്കാണ് അവാർഡ് വന്നത്. ഇപ്പൊ നിലവിൽ നമ്മുടെ ഇപ്പോ കാറ്റഗറിയിലൊക്കെ എനിക്ക് സൗണ്ട് മിക്സിങ്ങും സൗണ്ട് ഡിസൈനിങ്ങിനും മാത്രമല്ല അവാർഡുള്ളൂ, അല്ലെങ്കിൽ ഓഡിയോഗ്രാഫിക്ക് മാത്രമല്ല അവാർഡുള്ളൂ. IRA ആണോ? IRA അല്ല, അതർ ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ്സ്, നാഷണൽ അവാർഡ്സിനൊക്കെ ആ 3 കാറ്റഗറീസ് മാത്രമല്ലേ ഉള്ളൂ സൗണ്ട് റിലേറ്റഡ്? എന്റെ അറിവിൽ അത് 3 മാത്രമേ ഉള്ളൂ. റെക്കോർഡിംഗിന് ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അതെ അതെ. അപ്പൊ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി കാറ്റഗറീസ് അവാർഡ് ഡിസേർവ് ചെയ്യുന്ന കുറച്ചധികം കാറ്റഗറീസ് ഇല്ലേ പണിയെടുക്കുന്ന? നമ്മളെല്ലാം ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായോണ്ട് ആരും അറിയുന്നില്ല. അതാണ് മീൻസ് ഇപ്പൊ ഇത് കിട്ടിയപ്പോഴാണ് ആൾക്കാർക്ക് ഇതിന് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലേ എന്നൊരു ഐഡിയ കിട്ടണത് തന്നെ. ഇതും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് എന്റെ നോമിനേഷൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചത്. അപ്പൊ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായില്ല. ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട്. അപ്പൊ ഇത് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. എന്റെ സാർമാർ ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന് പഠിപ്പിക്കുന്ന സാർമാർക്കൊക്കെ ഇത് കിട്ടിയത് കണ്ടിട്ടുണ്ട്. അപ്പം കിട്ടിയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ 1-2 സംശയങ്ങൾ ചോദിച്ചോട്ടെ, അറിവിൽ നിന്ന് പറഞ്ഞു തരണം. ഈ സൗണ്ട് മിക്സിങ്ങും സൗണ്ട് ഡിസൈനിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? വിഷ്വലി നമ്മൾക്ക് കിട്ടുന്ന ഇമേജിനെ ഓഡിയോ വൈസ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൗണ്ട് ഡിസൈനിങ്ങിലാണ് വരുന്നത്. ഇതിനെല്ലാം പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യുക, അതായത് ആ ഒരു ഭംഗിയിൽ കൊണ്ടുവരാന്നുള്ളതാണ് മിക്സിങ്ങിന്റെ കാറ്റഗറി. ഈ സൗണ്ടില് മറ്റ് ഇപ്പൊ ഒരു പടത്തിന്റെ ഫീലിനെയോ അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ ഫീലിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സൗണ്ടിന്റെ ഏരിയ എന്തായിരിക്കും? അത് മിക്സിംഗ് ആയിരിക്കോ, ഡിസൈനിങ് ആയിരിക്കോ, റെക്കോർഡിംഗ് ആയിരിക്കോ? ഒരു പാട്ടിന്റെ ആയാലും പടത്തിന്റെ ആയാലും സൗണ്ടിനെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് കൊളായ മൊത്തത്തിൽ കൊളാവും അങ്ങനെ തോന്നുന്ന എലമെന്റ് ഏതാ? അങ്ങനെ വെച്ചാൽ എല്ലാം ബെറ്റർ ആയാൽ, എല്ലാ സ്റ്റേജിൽ നിന്നും അത് ബെറ്ററായി വന്നാലേ ഓവറോൾ സാധനം ബെറ്റർ ആവുള്ളൂ. അതിപ്പം റെക്കോർഡിങ്ങിൽ നിന്നും സിംഗ് സൗണ്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും എൻഡ് മാസ്റ്ററിങ് എത്തണ വരെ ഓരോ ടീമും അതിനനുസരിച്ച് എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ലാസ്റ്റ് ഫൈനൽ ഔട്ട് വരുമ്പോൾ സാധനം ആ ഒരു അടിപൊളിയായിട്ട് വരുള്ളൂ. ഇപ്പൊ പണ്ടത്തെ കാലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ഡബ് സിനിമകളിലായാലും ശരി, ഒറിജിനൽ സിനിമകളിലായാലും ശരി, സൗണ്ടിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിന് കുറച്ചുകൂടി പ്രൊമിനൻസ് കൊടുക്കുന്നതായിട്ട് സീനിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അഞ്ജലിയുടെ അടുത്ത്?
ഓവർ ദ ഇയേഴ്സ് ഈ സൗണ്ട് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ ഓഡിയോ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ ഓവർ ദ ഇയേഴ്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഷൂട്ടിംഗ് ആണ് ഒരു പടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പടത്തിന് സൗണ്ടും അല്ലെങ്കിൽ ഒരു സീരീസിനൊക്കെ സൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഓഡിയോയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒരു പടത്തിന്റെ മേക്കേഴ്സ്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? പണ്ടത്തെ വെച്ച് നോക്കുമ്പോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ വർക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊജക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പൊ നമ്മൾ നമ്മുടെ തന്നെ ഓൺ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ചുകൂടി ഫൈൻ ആയിട്ടുള്ള ഒരു ഓഡിയോ എഞ്ചിനീയർ ആവണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഇപ്പം ഞാൻ മെയിനായിട്ട് എനിക്ക് ഫാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊരു സാധനമാണ്. ഇപ്പം റെക്കോർഡിങ്ങിലായതുകൊണ്ട് തന്നെ നമ്മൾ പ്രോ ടൂൾസ് എന്ന് പറഞ്ഞ ഡോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൽ ഞാൻ എത്രത്തോളം എനിക്ക് ഫാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം ആർട്ടിസ്റ്റിനെ ഇപ്പം ചില സമയത്ത് നമുക്ക് തന്നെ ചെയ്യാവുന്ന സാധനങ്ങൾ ഞാൻ തന്നെ കറക്റ്റ് ചെയ്ത് മീൻസ് വെറുതെ റീടേക്ക് പോവാതെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഫാസ്റ്റർ ആയിട്ട് തന്നെ ടേക്ക് എടുത്ത് വിടുക, അങ്ങനത്തെ ഒരു സാധനമൊക്കെ. അതിപ്പം അതിന് ഞാൻ കൂടുതൽ ഷോർട്ട് കട്ട്സ് പഠിക്കുക, അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക, അങ്ങനെ വർക്ക് ഫാസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുക, ഇതിനെ പറ്റിയുള്ള അങ്ങനെ കൂടുതൽ പഠിക്കാനുള്ള സാധനങ്ങൾ ഇനിയുണ്ട്. എന്നാലും ഇങ്ങനെ പയ്യെ പയ്യെ ഓരോന്നിട്ട് ട്രൈ ചെയ്ത് അങ്ങനെ വരുന്നുണ്ട്. ഈ കൂടുതൽ ടേക്സ് പോകുമ്പോ ക്ഷമ പോവോ? ചില സമയത്ത്. പക്ഷെ എന്നാലും ഞാൻ പിടിച്ചിരിക്കാറ്. ക്ഷമ ഭയങ്കര ആവശ്യമുള്ള ഒരു ഏരിയ ആണല്ലോ ഇതിന്. നല്ല രീതിക്ക്. ചിലപ്പോ പുതിയ ആർട്ടിസ്റ്റ് ആയിരിക്കാം. അപ്പൊ അവരെ നമ്മൾ പഠിപ്പിച്ച് മീൻസ് അത് അവർക്കും ഒരു ട്രെയിനിങ് ആണ്. അപ്പൊ നമ്മളും അതനുസരിച്ച് അവരെയും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വർക്ക് മുന്നോട്ട് പോകുള്ളൂ. നമ്മൾ ദേഷ്യം പിടിച്ചിരുന്നിട്ട് അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതനുസരിച്ച് ബാലൻസ് ചെയ്ത് തന്നെയാ പോകുന്നത്. ചില സമയത്ത് ദേഷ്യം വരും, പക്ഷെ എന്നാലും നമ്മൾ കുഴപ്പമില്ല. കാരണം അവരും പുതിയതാണ്, നമ്മളും ഇതുപോലെയൊക്കെ തന്നെ മണ്ടത്തരം കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവിടം വരെ എത്തിയത്. നമ്മളത് മനസ്സിലാക്കി ഇപ്പൊ 25-30 ടേക്ക് ഒക്കെ പോവാറുണ്ടോ ഒരു ഡയലോഗിനൊക്കെ വേണ്ടി? അങ്ങനെയൊക്കെ പോകുന്ന അവസ്ഥകളുണ്ടോ? അത്രയൊന്നുമില്ല. ഒരു 10-12? അതും കറക്റ്റ് കണക്കില്ല. അങ്ങനെ ഒരു 5-6 ടേക്കൊക്കെ കഴിയുമ്പോ പിന്നെ നമ്മൾ പറയും നമുക്കത് അവിടെ നിർത്തിയിട്ട് അടുത്ത ഡയലോഗിലേക്ക് പോവാം. എന്നിട്ട് നമ്മൾ ഫുൾ മീൻസ് അങ്ങനെ റിഫ്രഷ് ആയി വന്നിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ടാണ് നമ്മൾ റീടേക്ക് എടുക്കുന്നത് ചില സിറ്റുവേഷൻസിൽ. ഇപ്പൊ ഡബിങ് അറിയുന്ന ഒരാൾക്കും ചിലപ്പോൾ ഡബിങ് അങ്ങനെ അധികം അറിയാത്ത ഒരാൾക്കും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവല്ലോ ഡബ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ആളുകളുടെ അടുത്തേക്ക് വരുമ്പോ ഡബിങ് എന്നുള്ള കാര്യത്തെ ഒട്ടും ധാരണയില്ലാത്ത ആളുകൾ വരുമ്പോ കുറച്ചും കൂടി ശ്രമിക്കേണ്ടി വരാറുണ്ടോ? ഡബിങ് ഇപ്പൊ ബേസ് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാർ, അത് നമ്മൾ വോയിസ് ടെസ്റ്റുകൾ വെക്കാറുണ്ട്. അങ്ങനെ അവർ വരുമ്പോന്ന് വെച്ചാൽ നമ്മൾ ഫുൾ മീൻസ് അവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും നമുക്കും. ഓക്കെ, അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം. അത് കൂടുതലും ഡയറക്ടേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളുടേതായ ടെക്നിക്കൽ സൈഡ് മാത്രമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അത് കൂടുതലും ഡയറക്ടറാണ് എഫേർട്ട് ഇട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ ചേട്ടാ ഈ ഒരു മോഡുലേഷൻ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇപ്പൊ ചില സമയത്ത് ക്യാരക്ടർ ചിലപ്പോൾ ഭയങ്കര ഫ്രൗൺ ആയിട്ടുള്ള ഫേസ് പിടിച്ചിട്ടായിരിക്കും. നമ്മൾ പറയാം ആ ഒരു സെയിം ക്യാരക്ടർ എന്താണോ ആ ടിവിയിൽ എന്താണോ കാണുന്നത് അതേ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ അവരെയും പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ടേക്ക് എടുക്കുന്നത്. ഒരു ഡയറക്ടറും ഒരു ഓഡിയോ എഞ്ചിനീയറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഏത് വിധത്തിലായിരിക്കണം? ഞങ്ങളൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ് പോകുന്നത്. ഞാൻ ഇരിക്കുമ്പോൾ ആരാണെങ്കിലും ലൈക്ക് ഇപ്പൊ ചില സമയത്ത് നമ്മളും സജഷൻസ് പറയാറുണ്ട്, ഇങ്ങനെ എടുത്താലോ ഡയലോഗ് നമുക്ക് ഇങ്ങനെ പോയാലോ. അപ്പൊ അത് ഡയറക്ടർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടർക്ക് ചില സമയത്ത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന സാധനങ്ങളിൽ എടാ അത് അങ്ങനെ നോക്കിയാലോ, വേറെ രീതിയിൽ ട്രൈ ചെയ്താലോ, അങ്ങനെ നമ്മളും ഒറിജിനൽ ഡയറക്ടർ അവിടെ ഉണ്ടാവോ? അല്ലല്ല, നമ്മുടെ ഈ ഇൻഹൗസ് ഡയറക്ടർ ആയിരിക്കും അല്ലേ? കാരണം ആ പ്രൊജക്ടർ ഒരാൾ ഇപ്പം 2 ടീമും എല്ലാവരും ഓവറോൾ ഇരുന്ന് കണ്ട് എന്നിട്ടാണ് ഏത് ടീമിനെ അസൈൻ ചെയ്യുന്നു. അപ്പൊ ഒരു ടീമിനെ അസൈൻ ചെയ്യുന്നു. ടീം എന്ന് പറയുമ്പോൾ ഒരു എഞ്ചിനീയർ ഉണ്ടാവും, ഒരു ഡയറക്ടർ ഉണ്ടാവും. ആ ഒരു ടീമും സ്ക്രിപ്റ്റ് റൈറ്റും കൂടിയായിരുന്നു പിന്നെ ഫുൾ പ്രൊജക്ട് കണ്ട് എങ്ങനെ ആ പ്രൊജക്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡബ് സിനിമ കാണുമ്പോൾ ഇങ്ങനെ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് തന്നെ നമുക്ക് അറിയണ്ടായിരുന്നില്ല. അത് വലിയൊരു പരിചയപ്പെടുത്തലായിരുന്നു. അപ്പോൾ അഞ്ജന തന്നെ ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെ കാര്യത്തിൽ എക്സ്പേർട്ട് ആവണ്ടേ, എന്തൊക്കെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ അടുത്തടുത്ത മേഖലകളിലേക്ക് എത്താൻ പറ്റട്ടെ. ഇനിയും അവാർഡ്സും അല്ലെങ്കിൽ ഈ ഫീൽഡിന് കുറച്ചുകൂടി റെക്കഗ്നൈസേഷൻ കിട്ടട്ടെ. നേരത്തെ തന്നെ ഒരുപാട് നന്ദി അഞ്ജന. താങ്ക് യു.